പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അനീഷ് ഗുഡി, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ സന്ദീപ് മാത്യു സാർ, നമുക്ക് വേണ്ടി സാമ്പത്തിക സാക്ഷരത വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ വന്ന ജെയിംസ് മാത്യു സാർ, പ്രിയപ്പെട്ട അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എൻ്റെയേറെ പ്രിയപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ, രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യം ഇന്ന് 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഏതൊരു രാജ്യത്തിൻ്റെയും സ്വത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളാണ്. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കവർന്നു നിന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് യൂത്തിനെ കവർന്നു നിന്നുകൊണ്ടിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. അതിനെതിരെ പ്രവർത്തിക്കാനും നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. ഞാനിവിടെ പറയാൻ കാരണം, നമ്മുടെ അസോസിയേഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് വിവേകാനന്ദ സ്റ്റോപ്പ് മുതൽ പുനന്താനം ഭാഗം, അവിടുന്ന് റോട്ടറി ക്ലബ്ബ് വരെയാണ്. ഇതിനുള്ളിൽ പല ബ്ലാങ്ക് സ്പോട്ടുകളുണ്ട്. ബ്ലാങ്ക് സ്പോട്ടുകൾ പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില സ്പോട്ടുകളുണ്ട്. അവിടെ മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും എന്നെ രഹസ്യമായി അതിനെക്കുറിച്ച് പറയാറുണ്ട്. സംഘടിതമായി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ പ്രദേശം പിടിച്ചടക്കുകയും നാളെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും പണം ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നേരെ ആക്രമണം അയച്ചിടുകയും ചെയ്യും എന്ന തിരിച്ചറിവ് കൊണ്ടാവണം. അസോസിയേഷൻ അംഗങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും ഈ ഒരു കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ മദ്യം എന്ന് കൂടിയാണ് ഞാൻ പറഞ്ഞത്. മദ്യത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഇന്ന് ഒരുപാട് എല്ലാ കുടുംബങ്ങളിലും അതിഥികൾക്ക് സൽക്കരിക്കാൻ ഉള്ള പ്രധാന വിഭവമായി മാറിയിരിക്കുന്ന മദ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകൾ നിസ്സാരമല്ല. ഒരു ഉദാഹരണം പറയാം, കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കരുത്. മറ്റൊന്നുമല്ല, മീനച്ചിൽ താലൂക്കിൽ നടന്ന ഒരു സംഭവമാണ്. ഈ 2020 എൽ കെ ജി പഠിക്കുന്ന കുട്ടി തൻ്റെ ഫ്രണ്ട് സുഹൃത്തിനെ വാട്സാപ്പിൽ വിളിച്ചുകൊണ്ട് പോയി ചെയ്ത പ്രവൃത്തി എന്താണെന്ന് എനിക്ക് പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട് പേടിച്ചലറിയ കുട്ടിയെ എടുത്തോണ്ട് ടീച്ചർ ഓടി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. കുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ പെരുമാറ്റം? കുട്ടി പറഞ്ഞൊറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അപ്പൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് ചെയ്യുന്ന പ്രവൃത്തി അതേ ഞാനിവിടെ ആവർത്തിച്ചുള്ളൂ. പലപ്പോഴും ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതിലും അപകടകരമായ പ്രവൃത്തികൾ മദ്യത്തിൻ്റെ ലഹരി ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് മദ്യം, മയക്കുമരുന്ന് എന്നീ സാമൂഹിക രൂപത്തിനെ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയാൻ വേണം. അസോസിയേഷൻ്റെ പ്രവർത്തനം എല്ലാ മേഖലയിലും കടന്നിരിക്കുന്നു. നമ്മൾ പറഞ്ഞു, മദ്യം, മയക്കുമരുന്ന് ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിരുന്നു. അസോസിയേഷൻ്റെ പ്രവർത്തന മേഖല വളരെ വിപുലമാണ്. ജീവകാരുണ്യ പ്രവർത്തനം മുതൽ ആരോഗ്യരംഗത്തിൽ നമ്മുടെ ചുവടുവെപ്പുകൾ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, അസോസിയേഷൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ റോട്ടറി ക്ലബ്ബിൽ വെച്ചിട്ട് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് വഴിയാണ്. സൗജന്യ മരുന്ന് വിതരണവും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഡോക്ടർ ജോൺ ജോസഫാണ് അതിനെ നമ്മളെ സഹായിച്ച ജോൺ ജോസഫാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമുക്ക് അസോസിയേഷൻ്റെ അകത്തുള്ള ഒരു വ്യക്തിക്കും എന്നാൽ അസോസിയേഷൻ്റെ പുറത്തുള്ള മറ്റൊരു വ്യക്തിക്കും ചെറിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകിയാണ് നമ്മുടെ പ്രവർത്തനം വിപുലീകരിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു ഹോസ്പിറ്റൽ കേസായിരുന്നെങ്കിൽ മറ്റൊന്ന് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയായിരുന്നു. അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് നമ്മൾ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും പിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തം ഇഷ്ടത്തിന് തരുന്ന പണം സ്വീകരിച്ച് നമ്മൾ ഒരു ഫണ്ടായി രൂപീകരിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എപ്പോഴും പ്രായോഗികമാണോ എന്നൊരു ചിന്ത ഞങ്ങൾ ഉടലെടുത്തപ്പോൾ ഞങ്ങൾ ചെയ്തൊരു പ്രവൃത്തി ഒരു പുതിയ സ്ഥാപനം നിലവിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതാണ് SRA ഹോൾഡേഴ്സ്.
സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഹോൾഡേഴ്സ്. ആ അസോസിയേഷൻ്റെ SRA ഹോൾഡേഴ്സിൽ നിന്നും കിട്ടുന്ന വരുമാനം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. SRA ഹോൾഡേഴ്സിൻ്റെ ആദ്യത്തെ ട്രിപ്പ് കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്ന് നടത്തി. പൊതുസമൂഹത്തിൽ നിന്നും നല്ല സഹകരണം ഉണ്ടായിരുന്നു, അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും നല്ല സഹകരണം ഉണ്ടായിരുന്നു. മറൈൻ ഡ്രൈവിൽ ഒരു ചെറിയ കപ്പലിലാണ് യാത്ര നടത്തിയിരുന്നത്, സർക്കാരിലാണ്. എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായിരുന്നു യാത്രയായിരുന്നത്. ഇനി തീർച്ചയായും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ നേരിട്ട് നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനോ തൊട്ട് കാണിക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല, ഇൻടാഞ്ചിബിളാണ്. എന്നാൽ ടാഞ്ചിബിളായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അസോസിയേഷൻ അംഗങ്ങളെല്ലാം ചേർന്ന് ഒത്തൊരുമയോടെ നമ്മുടെ വെല്ലുവിളി പാലം ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി റീപെയിൻറ്റ് ചെയ്ത് പരസ്യം പതിക്കരുത് എന്ന പോസ്റ്റർ വരെ പതിച്ചാണ് നമ്മൾ പിൻവാങ്ങിയിട്ടുള്ളത്. അസോസിയേഷൻ്റെ പ്രവർത്തനം ഇനി മുമ്പോട്ട് എന്നൊരു ചോദ്യം നിങ്ങൾ പലർക്കും ഉണ്ടാവും. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ പൊതുസ്ഥലം, നമ്മുടെ ഉദ്യാനം, വീട് മുതൽ റോഡ് വരെ. അത് അത്രമാത്രം വിജയമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ തലപ്പലം സൗഹൃദ വെൽഫെയർ അസോസിയേഷന് അത് വിജയിപ്പിക്കാൻ സാധിക്കും എന്ന് ഞാനിവിടെ പറയുകയാണ്. അതിന് തലപ്പലം പഞ്ചായത്ത് പ്രസിഡന്റിന് മുമ്പിൽ 2 അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുകയാണ്. ഒന്ന്, ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അസോസിയേഷൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങൾ ഏറ്റവും നന്നായി പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചെറിയ സമ്മാനങ്ങൾ, എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം എങ്കിലും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. രണ്ടാമത്തത്, ഈ രീതിയിൽ തലപ്പലം സൗഹൃദ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ഉള്ളിലെ 3 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തു. ഈ രീതിയിൽ പദ്ധതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു എന്ന വാർത്ത പത്രമാധ്യമങ്ങളിൽ നൽകണമെന്നാണ്. അതുവഴി കേരളം മുഴുവൻ ഒരു മാതൃകയായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി മുമ്പോട്ട് അത് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭാവനകളുണ്ട്. എന്താണ് നമുക്ക് അസോസിയേഷന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്, അസോസിയേഷൻ വഴി സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ ഭാവനകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും ഒന്ന് ചെറുതായിട്ട് ചിരിക്കുന്ന കണ്ടു. ഞങ്ങളുടെ ഭാവന കൊണ്ട് ഒരു ഉദാഹരണം അതന്നെ സഹായിച്ചത് നമ്മുടെ സാമ്പത്തിക സാക്ഷരത എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കാൻ വന്ന ജെയിംസ് മാത്യു സാറിനോടുള്ള സംസാരമാണ്. അദ്ദേഹം പറഞ്ഞു, മാരാരിക്കുളം ബീച്ച് അതിൻ്റെ അവസ്ഥ ജോലിക്ക് അറിയാമോ? ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ, നമ്മുടെ സാറിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, അന്ന് വർഷങ്ങൾക്ക് മുമ്പേ വളരെ ശോചനീയാവസ്ഥയായിരുന്നു. ഇന്ന് ആ ബീച്ചിൽ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലുമായിട്ടുള്ള ഫോറിനേഴ്സ് ഒരുപാട് വരുന്നു. അതുവഴി അവിടുത്തെ നിവാസികൾക്ക് ഹോം സ്റ്റേ വഴിയുള്ള വരുമാനം അത് വേറെ, അങ്ങനെ പല വരുമാന മാർഗങ്ങൾ പറഞ്ഞു. ഓർക്കുക, അവിടുത്തെ അസോസിയേഷനിലെ 2 പ്രതിനിധികളുടെ ഉറച്ച തീരുമാനമായിരുന്നു ആ ബീച്ച് വൃത്തിയാക്കി ഒരുപാട് ഫോറിനേഴ്സിനെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു കാരണമായി മാറിയത്. ഈ രീതിയിലുള്ള ഭാവന നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് ചർച്ച എന്നൊരു വിഭാഗമുണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഉറപ്പായി നടപ്പാക്കിയിരിക്കും. എല്ലാ വിധ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷയുണ്ട്. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.